അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ നഗരസഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം വെടിവെച്ചുകൊന്ന് സംസ്കരിച്ചു. തളിപ്പറമ്പ് നഗരസഭയിൽ നേതാജി വാർഡിലെ മുഹമ്മദ് കുഞ്ഞിയുടെ പുരയിടത്തിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത്. തളിപ്പറമ്പ് നഗരസഭയിൽ നേതാജി വാർഡിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പച്ചക്കറികളും മറ്റു കാർഷിക വിളകളും നശിപ്പിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണി ഉയർത്തുന്നത് നിരന്തരം പരാതികൾ ഉയർന്നിരുന്നു. വാർഡ് കൌൺസിലർ CP മനോജിന്റെ ശ്രമഫലമായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനജീവിതത്തിനും വിളകൾക്കും നിരന്തരം ഭീഷണിയാകുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ നഗരസഭ ഉത്തരവിറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാലും തോക്കുകൾ സറണ്ടർ ചെയ്തതിനാലും നടപ്പിലാക്കാനായിരുന്നില്ല. ബുധനാഴ്ച രാത്രിയാണ് മുഹമ്മദ് കുഞ്ഞിയുടെ പുരയിടത്തിൽ കാട്ടുപന്നിയെ കണ്ടത്. അവശനിലയിൽ കാട്ടുപന്നിയെ കണ്ടയുടനെ വാർഡ് കൌൺസിലറെ അറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പന്നിയെ വെടിവെച്ചു കൊന്ന് ശാസ്ത്രീയമായി സംസ്കരിച്ചതായി വാർഡ് കൌൺസിലർ CP മനോജ് പറഞ്ഞു. നമ്മൾ നിരവധി തവണ പരാതി കൊടുത്തതായിരുന്നു പന്നിയുടെ ശല്യമായിട്ട്. അതിനാ വെടിവെക്കാൻ ഉത്തരവ് മറ്റുമെല്ലാം ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇലക്ഷനും മറ്റും സംബന്ധിച്ച് തോക്ക് കലക്ടറേറ്റ് ലഭിക്കേണ്ടതിനാൽ അവർക്ക് എത്താൻ സാധിച്ചില്ല. ഇന്നലെ വൈകിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഇബ്രാഹിംക എന്ന് പറഞ്ഞ അവരുടെ വീട്ടിൻ്റെ പുറകുവശത്ത് പന്നി വരികയും അവശനിലയിൽ കിടക്കുകയും ചെയ്തു. അത് ഇന്നും അതേ നിലവിൽ തന്നെയാണ് അങ്ങനെ ഉള്ളത്. അത് മറവ് ചെയ്യുന്നതിനും അതിനെ വെടിച്ച് കൊന്നിട്ട് വേണം മറവ് ചെയ്യണമെന്നാണ് ഫോറസ്റ്റിൽ അറിയിച്ചപ്പോൾ കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നു. മുനിസിപ്പാലിറ്റി അതിന് വേണ്ടുന്ന തരത്തിലുള്ള സഹായം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.